നമസ്കാരം. 2026 ആണ്ട് തിരുവോണം നാളിന് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് കാണുന്നത്. അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാകാം. സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. കാര്യപരാജയങ്ങൾ അനുഭവപ്പെടാം. മനസ്സിന് വളരെ പ്രയാസകരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം ഉണ്ടാകാം. ചെറിയ തടസ്സങ്ങളും കാണുന്നുണ്ട്. ക്ഷമയോടുകൂടി പരിശ്രമം തുടരുക. നിങ്ങളുടെ കർമ്മരംഗത്ത് അത്ര ഗുണകരമല്ലാത്ത ചില മാറ്റങ്ങൾക്ക് ഇടയുള്ളതായിട്ട് കാണുന്നുണ്ട്. സൂക്ഷ്മതയോടുകൂടി പരിശ്രമിക്കുക. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും പല തടസ്സങ്ങളും അനുഭവപ്പെട്ടേക്കാം. അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ധനനഷ്ടമോ മറ്റു പ്രയാസങ്ങളോ ഉണ്ടാകാതെ വേണ്ടത്ര കരുതൽ എടുക്കണം. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്കിടയുള്ളതിനാൽ ഇടപാടുകൾ ശ്രദ്ധിച്ച് നടത്തുക. കച്ചവടത്തിൻ്റെ അളവ് കുറഞ്ഞു പോകാതെ ശ്രദ്ധ പാലിക്കുക. ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധയും പരിഗണനയും കൊടുക്കുക. ബന്ധങ്ങളെ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ് കാണുന്നത്. കലാകാരന്മാരെ സംബന്ധിച്ചും കലാകാരികളെ സംബന്ധിച്ചും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈക്കൊള്ളേണ്ടതാണ്. ഉദ്യോഗസ്ഥർക്ക് അത്ര ഗുണകരമല്ലാത്ത ചില സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്തും മുമ്പോട്ട് പോവുക. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ സൂക്ഷ്മത പാലിക്കുക. സംഭാഷണത്തിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കുക. സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ ഉചിത പ്രതിവിധി കണ്ടെത്തി അതനുഷ്ഠിച്ച് മുമ്പോട്ട് പോകുന്നതായാൽ ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് നല്ല ഉയർച്ചയും പുരോഗതിയും 2026 നേടിയെടുക്കാൻ തന്നെ സാധിക്കും.